ഇൻഫന്റ് ജീസസ് ചർച്ച് കോപ്പർകണ്ണയിൽ കഴിഞ്ഞ 5 വർഷക്കാലം സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച റവറൻ ഫാദർ സിജു കിഴക്കേ പള്ളിവാതിക്കലിന്റെ യാത്രയയപ്പ് ജൂൺ 22-ാം തീയതി ക്രൈസ്റ്റ് അക്കാഡമി സ്കൂളിൽ വെച്ച് നടന്നു. ഉപരിപഠനത്തിനായി റോമിലേക്ക് പോകുന്ന സിജുവച്ചന് വളരെ ഹൃദ്യമായ യാത്രയയപ്പാണ് ഇടവക ജനങ്ങൾ നൽകിയത്. I'll call upon Father Jason to say few words about our parish priest. റവറൻ ഫാദർ ജെയ്സൺ വടക്കേത്തല തന്റെ ആശംസാ പ്രസംഗത്തിൽ സിജുവച്ചന്റെ കഴിഞ്ഞുപോയ വർഷങ്ങളിലെ പ്രവർത്തനങ്ങളെയും പരിശ്രമങ്ങളെയും താനും സിജുവച്ചനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴവും ഇടവക അംഗങ്ങളുമായി പങ്കുവച്ചു. അതുപോലെ കോപ്പർ കേരളയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വപ്നം പൂവണിയാനുള്ള അടിത്തറ പാകിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ഒരു വികാരിയെ സംബന്ധിച്ചിടത്തോളം, ഇടവക വികാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടമാണ്. സ്നേഹത്തിന്റെ ഒരു നൂൽച്ചരടില് കോർത്ത് ഒരു മാല പോലെയാക്കി കൊണ്ടു നടക്കുന്ന സിജുവച്ചനെയാണ് എനിക്ക് ഓരോ ദിവസവും കാണാൻ സാധിക്കുന്നത്. കുഞ്ഞുങ്ങളെ സ്നേഹിച്ച ഈശോയുടെ ആർദ്രമായ മനസ്സിനെ അനുസ്മരിച്ചുകൊണ്ടാണ് മാതൃസംഘത്തെ പ്രതിനിധീകരിച്ച് മിസസ് ഫിലോമിന ജോയ് ആശംസാ പ്രസംഗത്തിന് തുടക്കം കുറിച്ചത്. അമ്മമാരായ ഞങ്ങളെ ഇത്രയേറെ കരുതുന്ന ഒരച്ഛൻ ഉണ്ടായിട്ടില്ല. ഒരമ്മയുടെ സഹനങ്ങളും അവൾ കുടുംബത്തിനു വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളെയും കഷ്ടപ്പാടുകളെയും പറ്റി ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും മക്കളെയും പറഞ്ഞു മനസ്സിലാക്കി കുറെ കുട്ടികളുടെ ഇടയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈശോ, ഒരു കുട്ടി ഈശോയുടെ മടിയിൽ, ഒരു കുട്ടി ഈശോയെ ചാരി, ഒന്ന് ഈശോയെ കെട്ടിപ്പിടിച്ചു. തുടർന്ന് വേദപാഠ വിദ്യാർത്ഥിനിയായ ക്ലാര റോയ് ഈശോ കുഞ്ഞുങ്ങളെ അടുത്തേക്ക് വിളിച്ച് അനുഗ്രഹിച്ച സ്നേഹവും സിജുവച്ചൻ കുട്ടികൾക്ക് നൽകി വന്ന ആശീർവാദവുമായി കോർത്തിണക്കി ഒരു ചെറു കഥയുടെ രൂപത്തിൽ ഹൃദ്യമായി അവതരിപ്പിച്ചു. Let the children come to me. Jesus bless all the children. Jesus loved children. Now I understood why Father Sijo bless us every Sunday. ഏത് തടസ്സങ്ങളെയും മറികടക്കാനുള്ള സിജു അച്ഛന്റെ കഴിവിനെ അംഗീകരിക്കുന്നതായിരുന്നു സിസ്റ്റർ സിസിലിയുടെ വാക്കുകൾ. അച്ഛന്റെ ജീവിതത്തിലെ ഒത്തിരി അർത്ഥവത്താണ്. തടസ്സങ്ങളിൽ ഒന്നും നിർത്താതെ മുന്നോട്ട് പോകാനുള്ള കറേജ്, അതാണ് ഈ വരികളിലുള്ളത്. ഇനിയും ജീവിതത്തിലെ അനേകം പേരെ കൈപ്പിടിച്ച് ദൈവത്തിങ്കിലേക്ക് നയിക്കാൻ, നന്മയിലേക്ക് നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ കൊച്ചുവാക്കുകൾ അവസാനിപ്പിക്കും. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് വേദപാഠ വിദ്യാർത്ഥിനിയായ അനൂന ആന്റോ ആശംസ അറിയിച്ചത്. ഇടവകയുടെ വളരെ പെട്ടെന്നുള്ള വളർച്ചയും കുട്ടികൾക്ക് സിജു അച്ഛൻ നൽകി വന്ന അനുഗ്രഹവും അനൂന തന്റെ വാക്കുകളിലൂടെ അനുസ്മരിച്ചു. We children were very much impressed every Sunday after Mass by your special blessings. ഇടവകയിലെ ഓരോരുത്തരുടെയും ദുഃഖത്തെ ഇരുണ്ടുമൂടിയ കാലാവസ്ഥയോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് പിതൃസംഘടനയെ പ്രതിനിധീകരിച്ച് മിസ്റ്റർ ചാക്കോ ആന്റണി സംസാരിച്ചത്. കോപ്പർകരണ ഇടവകയെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം മുതലേ ഒരു ഇരുണ്ടുമൂടിക്കെട്ടൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ മനസ്സിലായിരുന്നെന്ന് മാത്രം. സാരമില്ല, സംഭവിക്കുന്നതൊക്കെ ദൈവഹിതമെന്നും നല്ലതിനെന്നും വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. തുടർന്ന് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും കലാപരിപാടികളും സിജുവച്ചന്റെ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്കിറ്റും നടത്തപ്പെട്ടു. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാവും അല്ലെ മക്കളെ? മമ്മി പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി തരാം.
നല്ല വിശ്വാസമുണ്ടെങ്കിൽ പ്രാർത്ഥനയെ വളർന്നാൽ കഷ്ടപ്പാടുകളിൽ ദൈവം കൂടെ ഉണ്ടാകും. സിജുമോൻ ഇനി ബിജുവിനെയും കൂടെ കൂട്ടണം ആധാർ സംഘത്തിലേക്ക്. സിജു, ഈശോ എന്നെ വിളിച്ചോ? എനിക്ക് നിന്നെ ആവശ്യമാണ്. ഞാൻ എന്ത് ചെയ്യണം ഈശോയെ? ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നീ യുവാക്കളെ നല്ല വഴിയിലൂടെ നയിക്കണം. സഭയിൽ നീ എന്റെ പുരോഹിതനാകും. ഒരു പുരോഹിതനാകണമെന്ന് തീരുമാനമെടുക്കാൻ എന്തായിരുന്നു അങ്ങയെ പ്രേരിപ്പിച്ചത്? പുരോഹിതനാകുവാൻ എനിക്ക് പ്രചോദനം ലഭിച്ചത് എൻ്റെ പപ്പയിൽ നിന്നാണ്. കാറ്റഗിസം ക്ലാസ്സുകളിൽ ടീച്ചർമാരുടെ വിശ്വാസ ജീവിത മാതൃകയും വാക്കുകളും ഒന്നു ചേർന്നാൽ കുട്ടികളിൽ കൂടുതൽ വിശ്വാസമുണ്ടാകും. വിശുദ്ധ കുർബാനയിൽ അവരും സജീവമായി പങ്കുചേരും. എന്റെ സ്വന്തം അപ്പനും അമ്മയും നൽകുന്ന സ്നേഹം തന്നെയാണ് കോപ്പർക്കണ്ണ ഇടവകയിലെ ഓരോ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും എനിക്ക് ലഭിച്ചതെന്ന സിജു അച്ഛന്റെ മറുപടി പ്രസംഗത്തിലെ വാക്കുകൾ അച്ഛന്റെ ഇടവക അംഗങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആഴവും മനസ്സിന്റെ വിശാലതയും തുറന്നു കാട്ടുന്നതായിരുന്നു. സ്നേഹമുള്ള മാതാപിതാക്കളെ, യുവജന സുഹൃത്തുക്കളെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുന്ന എൻ്റെ കുഞ്ഞ് അനുജന്മാരെ, അനുജത്തിമാരെ, കഴിഞ്ഞ 20 വർഷം മുമ്പ് ഞാൻ എൻ്റെ അപ്പച്ചനെയും അമ്മച്ചയും വിട്ട് സെമിനാരി പോയപ്പോൾ ഇന്ന് എനിക്ക് പറയാൻ സാധിക്കും, ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പനും അമ്മയും സ്വന്തം അപ്പനും അമ്മയും നൽകുന്ന സ്നേഹം തന്നെയാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഒരു മകൻ തെറ്റ് കാണിക്കുമ്പോൾ ഓരോ അപ്പനും അമ്മയും അവനെ തിരുത്തുന്നത് പോലെ വേണ്ട അവസരത്തിലൊക്കെ നിങ്ങൾ എനിക്ക് തിരുത്തലുകൾ നൽകിയിട്ടുണ്ട്. ഞാൻ വാശി ഇടവക്കാരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്: വാശിയിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് കോപ്പർക്കരണയിലെ ജനം എനിക്ക് ശക്തി നൽകുന്നതുകൊണ്ടാണ്. ആ ജനം വിശുദ്ധ കുർബാനയിൽ എന്നെ സമർപ്പിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഞാൻ എവിടെ ചെന്നാലും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുക. കാരണം എനിക്ക് ഒറ്റ ഒരു കാര്യം മാത്രം പറയാനുള്ളൂ: നിങ്ങൾ അത്രമാത്രം എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് വെച്ചാണ് നിങ്ങളെല്ലാവരും ഞാൻ കണ്ടിരിക്കുക. നിങ്ങൾ തന്ന ആ വലിയ സ്നേഹത്തിന് ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പനും അമ്മയ്ക്കും ഞാൻ എൻ്റെ കൂപ്പുകൈ നൽകുകയാണ്.